നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ UDF സർക്കാരിന്റെ മദ്യനയം വീണ്ടും ചർച്ചകളുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുവാനുള്ള UDF സർക്കാരിന്റെ നീക്കവും അതിനെതിരെ LDF ഉയർത്തുന്ന ശക്തമായ വിമർശനങ്ങളുമാണ് രാഷ്ട്രീയ കേരളത്തിൽ പുതിയ സംവാദത്തിന് വഴി തുറന്നിരിക്കുന്നത്. കുന്നോളം കടം കൂട്ടിവെച്ചിട്ട് പടിയിറങ്ങിപ്പോയ LDF സർക്കാർ വരുത്തിവെച്ച ബാധ്യതകളെ പരിഹരിക്കുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കോടികൾ മതിക്കുന്ന സാമ്പത്തിക പാക്കേജുകൾ തന്നെ അനിവാര്യവുമാണ്. എന്നാൽ മദ്യത്തിൽ നിന്ന് മാറിയുള്ള ഒരു സാമ്പത്തിക നയം കെട്ടിപ്പടുക്കാൻ ജനങ്ങൾ പ്രതീക്ഷയോടെ അധികാരത്തിലെത്തിയ UDF സർക്കാരിന് കഴിയില്ലേ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗൗരവമായ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചാൽ മദ്യലഭ്യത വർദ്ധിക്കുമോ, അതോ അനധികൃത മദ്യത്തെ നിയന്ത്രിക്കാനും ഉപഭോക്താക്കളെ കുറഞ്ഞ ആൽക്കഹോൾ ഉള്ള പാനീയങ്ങളിലേക്ക് മാറ്റാനുമുള്ള ആരോഗ്യ നയമാണോ ഇത് എന്നുമുള്ളതുമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഏതായാലും വീര്യം കൂടിയ മദ്യത്തിന് നികുതി കുറച്ചുകൊണ്ട് കേരളത്തിലൂടെ മദ്യം ഒഴുക്കാനുള്ള നീക്കമാണ് പിണറായി സർക്കാരിന് പകരമായി കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സതീശൻ സർക്കാരിന്റെ ഭാവമെങ്കിൽ അതുണ്ടാക്കുക ഗുരുതരമായ ഭവിഷ്യത്തുകൾ തന്നെ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തെ അനുകൂലിക്കുന്നവർ രണ്ട് പ്രധാന കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്, ശക്തിയേറിയ മദ്യത്തിന്റെ ഉപയോഗം കുറയുകയും അതുവഴി മാരക ലഹരിയിൽ നിന്ന് സമൂഹം രക്ഷപ്പെടുകയും ചെയ്യുമെന്നും ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് ലഭിക്കും എന്നുമൊക്കെയാണ്. വീര്യം കുറഞ്ഞ മദ്യം വന്നാൽ മാരക ലഹരി കുറയും എന്ന ഈ വാദം എല്ലായിടത്തും ശരിയായി കാണുന്നില്ല. ഉയർന്ന ആൽക്കഹോൾ ശതമാനമുള്ള മദ്യത്തിന് പകരം കുറഞ്ഞ വീര്യമുള്ള പാനീയങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് പറയുന്നവർ ഓരോ തവണയും ശരീരത്തിലെത്തുന്ന ആൽക്കഹോളിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് വാദിക്കുന്നത്. എന്നാൽ അവർ മനസ്സിലാകാത്തത് വീര്യം കുറവ് എന്നത് ഹാനികരമല്ല എന്നല്ല, കൂടുതൽ അളവിൽ കുടിച്ചാൽ ശരീരത്തിലെത്തുന്ന ആൽക്കഹോളിന്റെ അളവ് വീണ്ടും ഉയരുമെന്ന് മാത്രമല്ല, അതിന്റെ ലഭ്യത വർദ്ധിച്ചാൽ പുതിയ ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, മദ്യപാനം ആരംഭിക്കാനുള്ള സാധ്യതയും ഉയരാം. ചിലർ ബിയറിനൊപ്പം പിന്നീട് ശക്തിയേറിയ മദ്യത്തിലേക്ക് മാറിപ്പോയാൽ ആകെ മദ്യോപയോഗം തന്നെ വർദ്ധിക്കും. മദ്യാസക്തി ഒരു പാനീയത്തിന്റെ വീര്യം മാത്രം ആശ്രയിച്ചല്ല, മറിച്ച് അതിന്റെ ഉപയോഗത്തിന്റെ ആവർത്തിയും അളവും നിർണായകമാണ്. അതിനാൽ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നത് മാത്രം സമൂഹത്തിലെ ലഹരി ഉപയോഗം പരിഹരിക്കുമെന്നതിന് തെളിവൊന്നുമില്ല. മാത്രവുമല്ല, വീര്യം കൂടിയത് കഴിച്ചു ശീലിച്ചവർ വീര്യം കുറഞ്ഞതിന്റെ അടുത്ത പ്രദേശത്തു കൂടി പോവുകയില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. സർക്കാർ നിയന്ത്രണങ്ങൾ, നികുതി, ലഭ്യത, ബോധവൽക്കരണം എന്നിവയെ ആശ്രയിച്ച് തന്നെയായിരിക്കും ഇതിന്റെ എല്ലാം ഫലം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീര്യം കുറഞ്ഞ മദ്യം ടൂറിസത്തിന് ഉണർവ് ലഭിക്കും എന്ന വാദവും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ചില വിദേശ സഞ്ചാരികളും ആഭ്യന്തര വിനോദസഞ്ചാരികളും ഭക്ഷണത്തോടൊപ്പം ബിയറോ വൈനോ ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലകളിൽ വരുമാനം വർദ്ധിപ്പിക്കാമെന്ന് ചില വ്യവസായ സംഘടനകൾ വാദിക്കുന്നുണ്ട്. എന്നാൽ ടൂറിസം വളരുന്നത് മദ്യം കൊണ്ടല്ല. നല്ല റോഡുകൾ, സുരക്ഷാ, ശുചിത്വം, പ്രകൃതി സൗന്ദര്യം, സാംസ്കാരിക പരിപാടികൾ, സേവന നിലവാരം എന്നിവയാണ് ഇതിന്റെ അടിസ്ഥാനമായ ഘടകങ്ങൾ. കുടുംബ സഞ്ചാരവും മത ആരോഗ്യ ടൂറിസവും പോലെയുള്ള മേഖലകളിൽ മദ്യലഭ്യത നിർണായകമായ ഘടകമേ അല്ല. മാത്രമല്ല, മദ്യോപയോഗം വർദ്ധിച്ചാൽ അപകടങ്ങൾ, അക്രമം, പൊതുജന ആരോഗ്യ ചെലവ് എന്നിവയും കൂടാൻ സാധ്യതയുണ്ട്. അതിന്റെ സാമ്പത്തിക ഭാരം കൂടി കണക്കിലെടുക്കുകയും വേണം നമ്മൾ. അതേക്കുറിച്ച് KCBC മദ്യവിരുദ്ധ സമിതി അംഗം പ്രസാദ് കുരുവിള ഷെക്കേന ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മയക്കുമരുന്നുകളുടെ വർധനവിന് കാരണമുണ്ട്. മദ്യവിദേശം നമ്മുടെ സംസ്ഥാനത്ത് മുക്കിലും മൂലയിലും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മദ്യത്തിന്റെ ലഭ്യത കുറവില്ല. മദ്യത്തിന്റെ ലഭ്യതക്കുറവ് വന്ന സമയം എന്ന് പറയുന്ന കൊറോണ കാലത്ത് മാത്രമാണ്. അന്ന് മദ്യ നിരോധനം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്തിട്ടില്ല, ഒരു മനുഷ്യനും മരണപ്പെട്ടിട്ടില്ല, ഒരു കുഴപ്പമില്ലാതെ ജീവൻ കയ്യിൽ പിടിച്ച് മൂക്കും വായും എല്ലാം അടച്ചു കെട്ടി ആളുകൾ ജീവൻ അകത്ത് വെച്ച് മുറിക്കുള്ളിൽ കഴിയുകയായിരുന്നു. അപ്പം മദ്യത്തിന്റെ ലഭ്യതക്കുറവല്ല മയക്കുമരുന്നുകളുടെ വർധനവിന് കാരണം. പൊതുജന വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ VD സതീശന് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത്. അതേ വികാരം തന്നെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള നീക്കത്തിനെതിരെയും ഈ കേരള പൊതു സമൂഹത്തിനുള്ളത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക്, ഒരു നീക്കത്തിലേക്ക് അടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പം പറ്റില്ല. സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ എപ്പോൾ മദ്യനയത്തിൽ മാറ്റം വരുത്തിയാലും അതിന്റെ പ്രത്യാഘാതം സഹിക്കേണ്ടി വരുന്നത് കുടുംബങ്ങളും വീട്ടമ്മമാരുമാണ്. അതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിക്കുമ്പോൾ ഉപഭോഗം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉൽപ്പന്നം എളുപ്പത്തിൽ ലഭിക്കുകയും സാമൂഹികമായി കൂടുതൽ സ്വീകാര്യമാവുകയും ചെയ്താൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ പരീക്ഷിച്ചു നോക്കാനുള്ള പ്രവണത ഉയരുക തന്നെ ചെയ്യും. വീര്യം കുറഞ്ഞത് എന്നത് അപകടമില്ലാത്തത് എന്നല്ല അർത്ഥമാക്കുന്നത് എന്നതിനാൽ അത് ആപൽക്കരം തന്നെയാണ്. ബിയറോ വൈനോ പോലെയുള്ള പാനീയങ്ങളും ആൽക്കഹോൾ അടങ്ങിയവയാണ്.
കൂടുതൽ അളവിൽ കഴിച്ചാൽ മദ്യലഹരി, ആശ്രിതത്വം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാവുക തന്നെ ചെയ്യും. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മദ്യപാനം ആരംഭിക്കുന്നവർക്ക് പിന്നീട് പ്രശ്നകരമായ മദ്യോപയോഗത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രായപരിധി, പരസ്യ നിയന്ത്രണം, വിൽപ്പന നിയന്ത്രണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നത്. കുടുംബങ്ങളിലാകട്ടെ മദ്യവുമായി ബന്ധപ്പെട്ട കുടുംബകലഹം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഗാർഹിക പീഡനം, കുട്ടികളുടെ ക്ഷേമത്തെ ബാധിക്കൽ തുടങ്ങിയ രൂപങ്ങളിൽ ഇതെല്ലാം പ്രത്യക്ഷപ്പെടാം. എന്നാൽ ഇവയെല്ലാം വീര്യം കുറഞ്ഞ മദ്യം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. ആകെ മദ്യോപയോഗത്തിന്റെ തോത് കൂടുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിലേക്ക് നയിക്കാൻ ഈ ശക്തി കുറഞ്ഞ മദ്യത്തിന് കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശക്തിയേറിയ മദ്യത്തിന് പകരം നിയന്ത്രിതമായ സാഹചര്യത്തിൽ കുറഞ്ഞ വീര്യമുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് ചില അപകടങ്ങൾ കുറയ്ക്കാമെന്ന വാദം തെറ്റാണ്. കാരണം അത് യാഥാർത്ഥ്യമാകാൻ കർശനമായ നിയന്ത്രണങ്ങൾ, പ്രായപരിശോധന, പരസ്യ നിയന്ത്രണം, ബോധവൽക്കരണം, നിയമനിർവഹണം എന്നിവ നിർണായകമാണ്. അവയില്ലെങ്കിൽ ലഭ്യത വർദ്ധിക്കുന്നത് ആകെ മദ്യോപയോഗം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കുന്നത് ദൂരവ്യാപകമായ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും വലിയ വിപത്ത് സൃഷ്ടിക്കാനും കാരണമാവുക തന്നെ ചെയ്യും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതേക്കുറിച്ച് ഷെക്കന ചർച്ചയിൽ പങ്കെടുത്ത കത്തോലിക്ക കോൺഗ്രസ് അംഗം ലിസ്ട്രീസ സെബാസ്റ്റ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്. മദ്യം അത് വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും ഒരേപോലെ ഹാനികരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണത്. വീര്യം കുറഞ്ഞ മദ്യം കൂടുതൽ അളവിൽ കുടിച്ചാലും വീര്യം കൂടിയ മദ്യം കുറഞ്ഞ അളവിൽ കുടിച്ചാലും ലഹരി ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വീര്യം കുറഞ്ഞത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് സുലഭമായി കിട്ടുമ്പോൾ, ഇപ്പോൾ ഈ താങ്കളോട് സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ, കാരണം അതൊരു ഇൻഹിബിഷനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. കാരണം ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മളുടെ യങ് ജനറേഷനിലേക്ക് കൊടുക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം, അതായത് ലോ ആൽക്കഹോൾ കണ്ടന്റ് ബീവറേജ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് വലിയ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല എന്നുള്ള ഒരു ധാരണയിലായിരിക്കാം ഒരു പക്ഷേ കുട്ടികൾ എല്ലാവരും അല്ലെങ്കിൽ യുവജനങ്ങൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അവരത് രുചിച്ച് നോക്കുവാനായിട്ടും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവര് സ്റ്റാർട്ട് വിത്ത് ദിസ്, ഇതിലായിരിക്കും ഒരുപക്ഷെ അവർ തുടങ്ങുക. പിന്നീട് അങ്ങോട്ട് അതൊരു അഡിക്ഷനിലേക്കായിരിക്കും അവരെ നയിക്കുന്നത്. പിന്നീട് തീർച്ചയായിട്ടും പിന്നെ അവരുടെ മടി പോകും, അവർക്ക് ഇതിനോടുള്ള ആസക്തി കൂടും, അവർ വീര്യം കൂടിയ നോർമൽ മദ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. ഇപ്പോൾ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് എങ്കിലും അവരുടെ പ്രതിഷേധത്തിൽ തെല്ലും ആത്മാർത്ഥതയുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഭരണകൂടത്തിനും പ്രതിപക്ഷത്തിനും കൃത്യമായ അജണ്ടകൾ ഉണ്ട് എന്ന വാർത്തകളും രാഷ്ട്രീയ ചർച്ചകളിൽ ഉയരാറുണ്ട്. എന്നാൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ മദ്യം കൂടുതൽ സുലഭമാക്കാനുള്ള ഒരു രഹസ്യ അജണ്ട ഉണ്ട് എന്ന് സംശയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രായോഗിക തലത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ അധികാരത്തിലിരുന്ന വ്യത്യസ്ത സർക്കാരുകൾ മദ്യനയത്തിൽ ചില ഇളവുകളും ചില നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുള്ളതിനാൽ ഇരുപക്ഷത്തിന്റെയും നയങ്ങളിൽ ചില സാമ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. മദ്യനയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം വിമർശിക്കുന്നുണ്ട് എങ്കിലും അധികാരത്തിൽ വരുമ്പോൾ രണ്ടു കൂട്ടരുടെയും നയങ്ങളിൽ വലിയ വ്യത്യാസം കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചുവർമ്മൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ഗവൺമെന്റ് ഒരു പോളിസി എടുക്കുന്നു, അത് ആ കാലഘട്ടത്തിൽ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നു. അടുത്ത ഗവൺമെന്റ് വരുമ്പം ആ പോളിസിയുടെ പേര് മാറ്റിക്കൊണ്ട് അതേ പോളിസി എടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിലപാടുകളാണ്. നിലപാടുകൾ ഗവൺമെന്റിൻ്റെതാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ആണെങ്കിലും നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കണം. വീര്യം കുറഞ്ഞ മദ്യം മദ്യാസക്തി കുറയ്ക്കും. വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. വീര്യം കുറഞ്ഞ മദ്യം മദ്യാസക്തി കുറയ്ക്കും. അതിനെ എതിർത്തുകൊണ്ട് ഇടതു മുന്നണിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്ത് വരും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് ചർച്ചയാക്കപ്പെടാൻ തുടങ്ങിയത്? കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ഈ എം വി ഗോവിന്ദൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി ഈ ബെക്കാഡി കമ്പനിയുമായിട്ട് ചർച്ച നടത്തുന്നതും അവരുടെ അപേക്ഷ വരുന്നതും തത്വത്തിൽ തീരുമാനമെടുക്കുന്നതും. അപ്പോൾ രണ്ട് ഗവൺമെന്റുകളുടെയും പോളിസി ഒന്നാണെന്നുള്ളിടത്താണ് ഇത് ഈ വാണിയനും വാണിയത്തെയും കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയുന്നത് കൊണ്ട് പരിഹരിക്കുന്ന വിഷയമല്ല, അങ്ങനെ പരിഹരിക്കത്തുമില്ല. ഉയർന്ന നികുതി കാരണം നിയമാനുസൃത ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ അനധികൃത വിപണിക്ക് അവസരം ലഭിക്കാം എന്നാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചാൽ വിലയിൽ കുറവ് വരികയും ഉപഭോക്താക്കൾ ഉയർന്ന ആൽക്കഹോൾ അടങ്ങിയ മദ്യത്തിൽ നിന്ന് താരതമ്യേന കുറഞ്ഞ വീര്യമുള്ള പാനീയങ്ങളിലേക്ക് മാറുകയും ചെയ്യുമെന്ന് പറഞ്ഞ സർക്കാർ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായ ചില വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി മാത്രമേ കുറച്ചുള്ളൂ, അത് വിൽക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ വിൽക്കില്ല എന്നാണ്. ഏതായാലും
മദ്യരഹിത കേരളം വെറും സ്വപ്നമായി അവശേഷിക്കാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ആർജവം കൈമുതലുള്ള സർക്കാർ തന്നെ ഭരണത്തിൽ ഏറണമെന്ന് ചുരുക്കം. രാജ്യത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ ജീവകാരുണ്യ മേഖലകളിൽ ക്രൈസ്തവ സഭകളും സഭകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്ലാഘനീയമായ സേവനങ്ങളാണ്. തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളിലൂടെ ഇന്ത്യയിലെ എല്ലാ ജാതി മതങ്ങളിലും പെട്ട ജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായി ഉന്നമനം ലഭിക്കുകയും ജീവിതത്തിലേക്ക് തിരികെ വരുവാനും ഉന്നമനം നേടിയെടുക്കുവാനും അവരിൽ പലർക്കും കഴിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവ സഹജമായ ആർദ്രമായ കരുണയിലും പരിത്യാഗത്തിലും ഊന്നി നിന്നുകൊണ്ടുള്ള ഇത്തരം ദാർശനിക പ്രവൃത്തികളിൽ ആകൃഷ്ടരായി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ പലരും മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അപ്പോഴെല്ലാം സഭ ഊന്നൽ കൊടുത്തിട്ടുള്ളത് മനുഷ്യരുടെ മതത്തിന്റെ പരിവർത്തനത്തിന് ആയിരുന്നില്ല, മറിച്ച് മനസ്സിന്റെ പരിവർത്തനത്തിന് അഥവാ മാനസാന്തരത്തിന് മാത്രമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കാരണമില്ലാതെ അസഹിഷ്ണുത പൂണ്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ രംഗത്തിറങ്ങിയ ചിലർ പരിത്യാഗത്തിലൂന്നിയ പാവനമായ ജീവിതചര്യ ശീലമാക്കിയ വൈദികരെയും കന്യാസ്ത്രീകളെയും സുവിശേഷകരെയും പാസ്റ്റർമാരെയും എല്ലാം പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ക്രൈസ്തവരുടെ മേലുള്ള അത്തരം മേൽക്കോയ്മകളിൽ ഹരം പൂണ്ട് അതുതന്നെ തുടർക്കഥ ആകുന്ന വിധത്തിൽ അധികാരത്തിന്റെ സ്വാധീനങ്ങൾ മുതലെടുത്ത് നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ നാളുകളായി വളരെ കടുത്ത രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി അത്തരം പ്രവണതകൾ ശക്തമായിരിക്കുകയാണ് എന്ന കാര്യം പറയാതെ നിവർത്തിയില്ല. വരേണ്യ വിഭാഗത്തിൽ പിറന്നു വീണ അധികാരസ്ഥന്മാരാരും കയറി ചെല്ലാൻ മടിക്കുന്ന ചേരികളിലേക്കും വാഹന സൗകര്യമില്ലാത്ത പാവപ്പെട്ടവരുടെ ജനവാസ മേഖലകളിലേക്കും കിലോമീറ്ററുകൾ കാൽനടയായി ചെന്നും അവിടെയുള്ള പാവങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവും പകർന്നു കൊടുക്കുകയും അവരുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനത്തിന് വഴികൾ നിർദ്ദേശിച്ചും അവരുടെ വ്രണങ്ങൾ കഴുകി മുറിവിൽ മരുന്ന് പുരട്ടി ശുശ്രൂഷിച്ചും യേശുക്രിസ്തുവിനെ എന്നതുപോലെ അപരനെയും ചേർത്ത് പിടിക്കുന്ന ക്രൈസ്തവ ദാർശനികരുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ ആഴവും പരപ്പും ഇത്തരക്കാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ സഹനത്തിന്റെ പ്രതീകങ്ങളായ ക്രിസ്തു അനുഗാമികളുടെ മനസ്സിലും ശരീരത്തിലും മുറിവേൽപ്പിക്കുന്നത് ചില ചോരക്കൊതിയന്മാരായ ദുഷ്ടന്മാർക്കും അവരെ ഇളക്കി വിടുന്ന നിഗൂഢ ശക്തികൾക്കും വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ ആയിരിക്കാം ഉളവാക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള ചില സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ, ദേവാലയങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ, മതപരിവർത്തന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ എന്നിവ ദേശീയ തലത്തിൽ നിരന്തരമായ വാർത്തകളാണ്. ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇത്തരം ഓരോ സംഭവവും അതാത് സംസ്ഥാനങ്ങളിലെ നിയമ സാമൂഹിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് വിലയിരുത്തേണ്ടത് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യമാണ് എങ്കിൽ ആ ഒരു ഭീകരമായ അന്തരീക്ഷം കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിലും സമാന്തരമായി ചില സാഹചര്യങ്ങൾ സംജാതമാകുന്ന കാഴ്ചകളാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് സമീപകാലത്ത് സഭാ നേതൃത്വം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ആശങ്ക തന്നെയാണ്. ശാരീരികമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ അത്ര കാര്യമായിട്ടില്ല എങ്കിലും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും സഭാ നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് അപവാദ പ്രചാരണങ്ങളും വിവാദങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെയാണ്. മുൻപുള്ള സാഹചര്യങ്ങളെ അപേക്ഷിച്ച് അത്തരം പ്രവണതകൾ ശതഗുണീഭവിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ പലതവണ പ്രസ്താവനകളിലൂടെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള നിരവധി സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും രാജ്യത്തിന്റെ അഭിമാന സ്ഥാപനങ്ങളായി അറിയപ്പെടുന്നു. എന്നാൽ സമീപകാലത്ത് ഇത്തരം ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ മാധ്യമ ശ്രദ്ധ നേടുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ ജനങ്ങൾക്ക് കാര്യക്ഷമമായ ആതുര സേവനങ്ങൾ നൽകാൻ വലിയ തുക ചെലവഴിച്ച് സഭ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ആശുപത്രികളിൽ പലതും ഇത്തരം പ്രതിസന്ധികളുടെ കടന്നുപോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെറ്റായ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തുന്ന ഈ സമ്പ്രദായം ഈ സമൂഹത്തിൽ പെരുകുന്നതിനാൽ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടെ തെറ്റായ വിവരങ്ങൾ അതിവേഗം പ്രചരിക്കുന്ന സാഹചര്യം എല്ലാ സമൂഹങ്ങളിലും നേരിടുന്ന വെല്ലുവിളിയാണ്. എന്നാൽ ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിട്ട് തെറ്റായ വാർത്തകളും പഴയ വീഡിയോകളും പ്രസ്താവനകളും പുതിയ സംഭവങ്ങളുമായി പ്രചരിപ്പിക്കപ്പെടുന്നുവെന്ന ആശങ്ക സഭകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു മൈക്കും ക്യാമറയും ഒരു മുറിയും ഉണ്ടെങ്കിൽ ആർക്കും ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ആയി വിലസാൻ കഴിയുന്ന ഈ കാലത്ത് കൂടുതൽ കാഴ്ചക്കാരെ കിട്ടാൻ ക്രൈസ്തവ സഭകളുടെ ആഭ്യന്തര കാര്യങ്ങളെ വാർത്തയാക്കുന്നത് തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. ഇത്തരം കുപ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തണമെന്നും സഭാ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരക്കാരെ അഴിഞ്ഞാടാൻ അനുവദിച്ചിരിക്കുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, ജീവകാരുണ്യ രംഗങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവനകൾ ചരിത്രപരമായി സുപ്രധാനമാണ്. സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും അനാഥാലയങ്ങളും വയോജന ഭവനങ്ങളും ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനങ്ങളും തുടങ്ങി നിരവധി മേഖലകളിൽ സഭകളുടെ സാന്നിധ്യം ഇന്നും വളരെ ശക്തമാണ്.
അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളെ ചുറ്റിപ്പറ്റി ഉയരുന്ന വിവാദങ്ങൾ ഒരു മതസമൂഹത്തിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന്റെ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ട വിഷയവുമാണ്. ഇത്തരം വ്യാജ ആരോപണങ്ങളെയും വിവാദങ്ങളുടെയും ചുഴിയിൽപ്പെട്ട് ഇല്ലാതാകുന്നത് ഇന്നലകളിൽ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തിന്റെ പുരോഗതിക്കായി നൽകിയ വിശിഷ്ട സേവനങ്ങളുടെ മഹത്വം തന്നെയാണ്. ഏതായാലും ക്രൈസ്തവർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ നിർമ്മിതിയിൽ ശക്തമായി ഇടപെടുന്ന ഉത്തമ പൗരന്മാരാണ്. അവരെ രണ്ടാം കിടക്കാരാക്കാനുള്ള ഒരു നീക്കവും വിലപ്പോകത്തില്ല. അതുകൂടാതെ ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്ന ആശങ്കകൾ ഗൗരവത്തോടെ കേൾക്കപ്പെടേണ്ടതാണ്. ആരോപണങ്ങളും വിവാദങ്ങളും നിയമപരമായും വസ്തുതകളുടെ അടിസ്ഥാനത്തിലും തന്നെയായിരിക്കണം പരിശോധിക്കപ്പെടേണ്ടത്. കേരളത്തിന്റെ ശക്തി എന്നും മതസൗഹാർദ്ദവും പരസ്പര ബഹുമാനവുമാണ്. ഏതെങ്കിലും സമൂഹത്തെയോ സ്ഥാപനത്തെയോ കുറിച്ചുള്ള വിമർശനങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാവണം. അതുപോലെ ഒരു സമൂഹത്തിന്റെ ആശങ്കകളെ മുൻകൂട്ടി തള്ളിക്കളയുന്നതും ജനാധിപത്യത്തിന് ഗുണകരമല്ല, മര്യാദയല്ല. പരസ്പര വിശ്വാസം, നിയമത്തിന്റെ ആധിപത്യം, വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള പൊതുചർച്ച ഇവയാണ് കേരളത്തിന്റെ ബഹുസ്വര പാരമ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്ത ആഴ്ച.